ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് അവസാനിക്കില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യ കൂടുതൽ നടപടികൾ ശക്തമാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ കൂടുതൽ പ്രതിരോധം കൂടെ തീർക്കുന്നുണ്ട്. ശ്രീനഗർ വ്യോമത്താവളങ്ങളെല്ലാം അടച്ചു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും റോഡുകളിലെല്ലാം അതിർത്തികളിലെല്ലാം തന്നെ പരിശോധനയും അതുപോലെ തന്നെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ അടുത്ത നീക്കം ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇന്ത്യ ഒരു രാഷ്ട്രത്തെയും അങ്ങോട്ട് കടന്ന് ആക്രമിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള നമ്മുടെ ലൈൻ. പക്ഷേ പഹൽഗാം ആക്രമണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ ഒരു വലിയ മുറിവാണ്. അത് ഇന്ത്യയുടെ സർക്കാരിനെ തന്നെ, ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അവിടുത്തെ പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ പൗരന്മാരെ സംരക്ഷിക്കാൻ, ടൂറിസ്റ്റുകളായിട്ട് പോകുന്നവരെ സംരക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഇത് രാജ്യത്ത് നിന്ന് ഉള്ള ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇവിടെ ജയിലിടാം. ഇത് വിദേശത്തുനിന്ന് വരുമ്പോൾ നമുക്ക് പിന്നെ ആ വിദേശ രാഷ്ട്രവുമായിട്ട് മല്ലടിക്കാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദ്ധതിക്ക് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായത്. നമ്മുടെ ഈ ഓപ്പറേഷന് ശേഷം നമ്മൾ ആ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാര ഓപ്പറേഷനല്ല. നമ്മൾ ഏതാണ്ട് പാകിസ്ഥാനിൻ്റെ ബോർഡറിൽ 100 കിലോമീറ്ററോളം അകത്ത് നടത്തിയ ആക്രമണമാണ്. ബഹാവൽപൂർ ആണെങ്കിൽ പഞ്ചാബ് എന്ന് പറയുന്നത് അവരുടെ ഒരു സുരക്ഷിത മേഖലയായിട്ട് അവർ കണക്കാക്കിയതാണ്. മറ്റേ യുവക്കൽ ഉൾപ്പെടുന്ന സ്ഥലമല്ല. അവിടെ കയറി നമ്മൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തും എന്നവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുദ്ധവിമാനമായ റഫേലിൻ്റെ ശക്തി തെളിയിക്കാൻ ഇന്ത്യക്ക് ശരിക്കും കിട്ടിയ ഒരു അവസരമാണ്. അതിൻ്റെ റഫേൽ വിമാനത്തിൻ്റെ താഴെ ഘടിപ്പിച്ചിരിക്കുന്ന 2 മിസൈലുകൾ, ആ മിസൈലുകൾ എന്ന് പറയുന്നത് സ്കാൽപ്പ് എന്ന് പറഞ്ഞ മിസൈലാണ്. ആ മിസൈലിന് 500 കിലോമീറ്ററോളം ദൂരം പരിധിയിൽ പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോർഡറിൽ പറന്നുകൊണ്ട് 13 ദിവസമായി പാകിസ്ഥാൻ നടത്തിയിരുന്ന റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആർമിക്ക്, ഒരു രാഷ്ട്രത്തിൽ നടത്താവുന്ന ഏറ്റവും വലിയ അലേർട്ടാണ് റെഡ് അലേർട്ട്. ആ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് 13 ദിവസം നമ്മുടെ ബോർഡറിൽ വലിയ സൈന്യ സന്നാഹവും റഡാറും മിസൈലുകൾ, ഈ ലേറ്റസ്റ്റായിട്ട് അവർ വാങ്ങിച്ച മിസൈലുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് കാത്തിരുന്നിട്ട് ഇന്ത്യ അവരുടെ 9 കേന്ദ്രങ്ങളെ 25 മിനിറ്റ് കൊണ്ട് 21 അറ്റാക്ക് നടത്തി നിഷ്പ്രഭമാക്കി എന്നുള്ളതാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് പാകിസ്ഥാനെ വളരെ അധികം ഭയപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ ഭയം ജനങ്ങളിലേക്കും പകർന്നിട്ടുണ്ട്. അത് കവർ ചെയ്യാനാണ് അവർ പ്രധാനമായിട്ട് ഇന്ത്യയുമായിട്ട് ശക്തമായ ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായാലും പ്രതിരോധ മന്ത്രിയായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശക്തമായി തിരിച്ചടിക്കും, ആർമിക്ക് ഞങ്ങൾ ഫുൾ പവർ കൊടുത്തിരിക്കുന്നു. അത് ഒരു തമാശാണ്. തിരിച്ചാണ് ആർമി ഇവരെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. ആർമിക്ക് അവർ പിന്നെ ഫുൾ പവർ കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ ആർമിയാണ് അവിടെ എല്ലാം ചെയ്യുന്നത്. ആർമി വിചാരിച്ചാൽ ഇന്നത്തെ പ്രധാനമന്ത്രി വേണമെങ്കിൽ അവിടെ മാറ്റാൻ സാധിക്കുന്ന അവസ്ഥയേ ഉള്ളൂ. അപ്പോൾ ആ പ്രധാനമന്ത്രി പറയുകയാണ് ആർമിക്ക് ഞാൻ ഫുൾ പവർ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന പോലെ അവരും പറയുകയാണ് ആർമിക്ക് ഞാൻ ഫുൾ പവർ കൊടുത്തിരിക്കുകയാണ്, എന്ത് ചെയ്യാനെന്ന്. അതിനുശേഷം അവർ ചെയ്തത് വളരെ മോശമായ സംഗതികളാണ്. നമ്മുടെ ബോർഡറിൽ വെറും നിഷ്കളങ്കരായ 15 ഗ്രാമീണവാസികളെ അവർ ഷെല്ലാക്രമണത്തിലൂടെ കൊന്നിരിക്കുന്നു. അത് വളരെ എന്നിട്ട് 40 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒരു ഗുരുദ്വാര, ഒരു സ്കൂളടക്കം പലതും തകർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് അതിന് തിരിച്ചടി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞതാണ് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടത്. പാകിസ്ഥാൻ സൈനികരെ പോലും വിട്ടിട്ട് സൈനിക ക്യാമ്പുകൾ വിട്ടിരിക്കുന്നു, സിവിലിയൻസിനെ തൊട്ടതുപോലുമില്ല. എന്നിട്ട് പോലും ഇവിടെ പാകിസ്ഥാൻ കളിക്കുന്ന രീതി നമുക്ക് മനസ്സിലാവും. തരംതാണ രീതിയാണ് അവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അതുകൊണ്ട് തന്നെ തിരിച്ചൊരു 2.0 എന്ന രീതിയിൽ തിരിച്ച് വീണ്ടും പ്രധാനമന്ത്രി കടുത്ത അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് സജ്ജമായിരിക്കാൻ സൈനികരോട് പറഞ്ഞിട്ടുണ്ട്. അടിച്ചാൽ തിരിച്ച് നല്ല രീതിയിൽ കൊടുത്തോളാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, വൈകാരികമായി ഇനി ഇന്ത്യ പ്രതികരിക്കേണ്ട സമയമായിട്ടില്ലേ? ഇന്ത്യക്ക് വൈകാരികമായി പ്രതികരിക്കുന്നതിന് സാധിക്കുന്നതാണ് എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തെളിയിച്ചതാണ്. പക്ഷേ നമ്മൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് രാഷ്ട്രം പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഇന്നലെ ബഹാവൽപൂരിൽ മരിച്ച 10 പേരും മസറസൂദിൻ്റെ ബന്ധുക്കളാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് എനിക്കിനി ജീവിച്ചിരുന്നിട്ട് എന്താ അർത്ഥം, എൻ്റെ ബന്ധുക്കളെല്ലാം ഇങ്ങനെ മരിച്ചപ്പോൾ എന്നെ കൂടെ അങ്ങ് എടുക്കായിരുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ആ വിധത്തിൽ തീവ്രവാദികളാണെന്ന് അവർ തെളിയിച്ച ആ പ്രദേശത്ത് നടത്തിയ ആക്രമണത്തെ പോലും പാകിസ്ഥാൻ കണക്കാക്കുന്നത് സിവിലിയൻ്റെ ആക്രമണമായിട്ടാണ്. ആ
തീവ്രവാദികളുടെ മരണത്തിൽ പാകിസ്ഥാൻ്റെ ആർമി പോയി സല്യൂട്ട് ചെയ്യുന്ന അവസ്ഥ, പാകിസ്ഥാൻ്റെ പതാക അവരുടെ ബോഡിയിൽ പുതപ്പിക്കുന്ന അവസ്ഥ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ടെററിസ്റ്റ് തന്നെയാണ്, ടെററിസ്റ്റിനോടാണ് അവർക്ക് ആഭിമുഖ്യം എന്നുള്ളതാണ്. ഇത് കാണിക്കുന്നത് ഇന്ത്യക്ക് വിട്ടുവീഴ്ച ഇനിയും ഉണ്ടാവാൻ ഇടയില്ല എന്നുള്ളതാണ്. ഇന്ത്യയോട് അവരുടെ സമീപനം 1000 cuts എന്നുള്ള പോളിസിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഒരു പുതിയ നിലപാടെടുത്തിരിക്കുന്നത് 1000 cuts നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ 1000 cuts എന്ന് പറയില്ല, ഓരോ കട്ട്സിനും തുല്യവും ചിലപ്പോൾ അതിനേക്കാൾ കടുത്തതുമായ ഒരു കട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. ഒരു മുറിവ് നിങ്ങൾ നമുക്ക് തരികയാണെങ്കിൽ ഒരു മുറിവിന് അതിനേക്കാൾ മാരകമായൊരു മുറിവ്. ഈ സിദ്ധാന്തത്തിൽ നമ്മൾ എത്താൻ കാരണം നമുക്ക് നിരവധി മുറിവുകളായി കഴിഞ്ഞ 30 വർഷമായി നമ്മളിങ്ങനെ മുറിവുകൾ ഉണക്കിക്കൊണ്ടിരിക്കുകയും അവരോട് സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുകയും അവരോട് സംയമനം പറഞ്ഞുകൊണ്ടിരിക്കുകയും ശാന്തി പറഞ്ഞുകൊണ്ടിരിക്കുകയും ലോകരാഷ്ട്രങ്ങളും നമ്മളോട് സംയമനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവർ ആക്രമണ ശൈലി തുറന്നുകൊണ്ടിരിക്കുകയും അത് വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് മറ്റൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഒരു പ്രതിരോധ ശൈലിയിലാണ്. പക്ഷേ എന്നാൽ നമ്മൾ അത് നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളതിനെ പരിധി വിട്ടു പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഇന്ത്യയുടെ ലിസ്റ്റിൽ ഏതാണ്ട് 21 ഭീകര കേന്ദ്രങ്ങളാണ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. അതിൽ 9 അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനി 12 ഇനിയുമുണ്ട്. അപ്പോൾ അതുകൂടി ലക്ഷ്യം വെച്ചായിരിക്കും ഇനി അടുത്ത നീക്കമെന്ന് നമുക്ക് കരുതാമല്ലേ? ഇനി വരുന്നെങ്കിലും കഴിയുന്നതും അത്തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷേ പാകിസ്ഥാൻ വളരെ മോശമായ അവസ്ഥയിലാണ്. പാകിസ്ഥാന് ഇതൊന്നും താങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ന് പോലും ബലൂചിസ്ഥാനിൽ 15ഓളം പാക് പട്ടാളക്കാരെ അവിടെ ആക്രമിച്ച് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അവിടെ ബലൂച്ച് ലിബറേഷൻ ആർമി വളരെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് പാകിസ്ഥാനിൽ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ തന്നെ ഇസ്ലാമാബാദിലെ മതപണ്ഡിതൻ, ഇസ്ലാമാബാദിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പള്ളിയിലെ മതപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ അസീസ് ഖാസി എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയേക്കാൾ മോശമായ രാജ്യം പാകിസ്ഥാനായി മാറിയിരിക്കുന്നു. കാരണം പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളുടെ മേൽ ബോംബാക്രമണം നടത്തുന്ന ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്നതാണ്. പല സ്ഥലത്തിലും അത്തരത്തിലുള്ള അടിച്ചമർത്തൽ ശൈലി അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന ഈ പള്ളിയിൽ പോലും സായുധ ആക്രമണം നടത്തിയെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. പാക് ഗവൺമെൻറ് അവിടെ കയറി സായുധാക്രമണം നടത്തി. അപ്പോൾ പാകിസ്ഥാനികളെ തന്നെ ആക്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്, പാകിസ്ഥാനികളെ തന്നെ ആക്രമിക്കുന്ന ഒരു ആർമിയാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇത് ജനങ്ങളുടെ പൾസാണ്. അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ പട്ടാളം വേണ്ട, ഈ സർക്കാർ വേണ്ട, ഞങ്ങൾക്ക് ഇമ്രാൻഖാനെ പുറത്തെടുത്ത് തന്നാൽ മതി, അദ്ദേഹം ഈ നാട് ഭരിക്കട്ടെ എന്നാണ്. അപ്പോൾ അവിടെ ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നു, അവിടുത്തെ മറ്റെല്ലാ സംവിധാനങ്ങളും തകർന്നിരിക്കുന്നു. ശരിക്കൊരു ടെററിസ്റ്റ് നാഷനായിട്ട് പോകുന്നു എന്നുള്ളത് അവിടുത്തെ മതപണ്ഡിതൻ പറയുകയാണ്. ഇസ്ലാമാബാദിലെ മതപണ്ഡിതൻ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയിലെ മുസ്ലിം പള്ളിയിലെ മതപണ്ഡിതൻ പറയുകയാണ്. ആ നിലയ്ക്കാണ് അവരുടെ സിറ്റുവേഷൻ. അപ്പോൾ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇതിനിടയ്ക്ക് അൽ-ഖ്വയ്ദ ഇന്ന് പ്രത്യേകം ഈ സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാറിനെ ജിഹാദി വാറായിട്ട് കാണണം എന്നുള്ളത്. ഇതൊക്കെ തികച്ചും പാകിസ്ഥാൻ്റെ ഉദ്ദേശം ഇന്ത്യയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുക, ഇന്ത്യയിൽ സമാധാനമായി ജീവിക്കുന്ന മുസ്ലിം ഹിന്ദു വിഭാഗങ്ങളെ പോലും തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യക്ക് ഒരിക്കലും ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ അടിവേരിളക്കാൻ, കാരണം ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിലാണ് പോകുന്നത്. ഏതൊരു രാഷ്ട്രത്തിനേക്കാളും നമ്മൾ ഐക്യത്തിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തകർക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അടിവേരിളക്കുന്ന പ്രവൃത്തികളാണ്. അത്തരം പ്രവൃത്തികളെ ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയും? അതാണ് പ്രശ്നം. ഇപ്പോൾ ഇവിടെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഒരുപാട് രാജ്യങ്ങളുമുണ്ട്. മാത്രമല്ല ഫ്രാൻസിനും അഭിമാനമാണ്. റഫേൽ ആദ്യ ലക്ഷ്യം തന്നെ കൃത്യമായി വകവരുത്തിയതിനെ തന്നെ ഇന്ത്യക്ക് പോലെ തന്നെയാണ് ഫ്രാൻസിനും അഭിമാനമുണ്ട്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ എല്ലാം തന്നെ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. ഇവിടെ ഭീകരവാദത്തെ തോൽപ്പിക്കുക അത് മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇവിടെ പാകിസ്ഥാനികളോ അല്ലെങ്കിൽ അവിടുത്തെ ഇത് മാത്രമല്ല, ഭീകരവാദത്തിനെ എതിർക്കാൻ എല്ലാവരും ഇപ്പോൾ ഉണ്ട്. ഇന്ത്യയുടെ ഈ ഒരു സമീപനത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കടന്നാക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ ഭാവിയെ തന്നെ വലിയ, കാരണം അവിടെ തന്നെ സാധാരണക്കാരായ ജനങ്ങളുണ്ട്, അവരെല്ലാം തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറില്ലേ? തീർച്ചയായിട്ടും.
ആം കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഈ പാകിസ്ഥാൻ്റെ അണുബോംബ് ഭീഷണിയെ തുടർന്ന് അവർ പാകിസ്ഥാനിലെ ആയുധങ്ങളുടെ ഒരു ശേഖരത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അവർ പറയുന്നത് അവരുടെ ഏറ്റവും സൂപ്പർ സാധനം എന്ന് പറയുന്നത് ഷഹീൻ 3 എന്ന് പറയുന്നതാണ്, ഒരു മിസൈൽ. അതിന് പോലും 2000 മുതൽ 2700 കിലോമീറ്റർ വരെ ദൂരം, 750 ആണെന്നോ, 2750 കിലോമീറ്റർ വരെ ദൂരപരിധിക്കേ പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ എത്രയോ മടങ്ങ് വലിയ ആയുധങ്ങൾ ഇന്ത്യയിലുണ്ട്. നമുക്ക് 5000 കിലോമീറ്റർ ഈസി ആയിട്ട് പോകുന്ന ബാലിസ്റ്റിക് മിസൈൽ ഇഷ്ടം പോലെയുണ്ട്. 10000 കിലോമീറ്റർ പോകുന്നത് നമ്മൾ പരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു താരതമ്യമാണ് ഇന്ത്യയും അവരും തമ്മിലുള്ളത്. അപ്പോൾ അവർ അതുപോലെ അണുബോംബ് വെച്ച ഘടിപ്പിച്ച മിസൈലുകൾ പോലും അവർക്ക് 1500 കിലോമീറ്റർ റേഞ്ചിലൊക്കെ പോകാൻ കഴിയുന്നതാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും വെച്ച് ഇന്ത്യയെ അവർക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയില്ല, ഇന്ത്യയെ അവർക്ക് തകർക്കാനും കഴിയില്ല. ഇത് ആത്മഹത്യാപരമായ ചില നിലപാടുകളായിരിക്കും എടുക്കാൻ പോകുന്നതെന്ന് പാകിസ്ഥാൻ ആർമിക്കും തന്നെ അറിയാം. അതുകൊണ്ട് ഈ അണുവായുധം എന്നൊക്കെ പറയുന്നത് വെറും ഭീഷണിയാണെന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ തന്നെ പറയുന്നത്. പക്ഷേ അണുവായുധം അവരുടെ കൈവശം ഉണ്ട്. ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ അംഗമാണ് പാകിസ്ഥാൻ. അവിടെ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇരുന്നു കൊണ്ട് അണുവായുധ ഭീഷണി പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ US സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കടമ എന്താണ്? ലോകത്ത് സമാധാനം കൊണ്ടുവരിക, ലോകത്ത് അണുവായുധമോ ന്യൂക്ലിയർ ആയുധങ്ങളോ പ്രയോഗിക്കുന്നതിനെതിരെ നിൽക്കേണ്ട പ്രസ്ഥാനമാണ് ഈ സെക്യൂരിറ്റി കൗൺസിൽ നിന്ന്. അവിടെ ഇരുന്നു കൊണ്ട്, അവിടുത്തെ ഒരു അംഗമായി ഇരുന്നു കൊണ്ട് ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കുമെന്ന് പറയുന്നു. റഷ്യയും ഉക്രൈനും പോലും പറയുന്നില്ല. എന്തിന് ഇസ്രായേൽ പോലും അങ്ങനെ പറയുന്നില്ല, ഞങ്ങൾ ഹമാസിനെ തകർക്കാനായിട്ട് അണുവായുധം പ്രയോഗിക്കുന്നു. കാരണം ഇത്രയും ബുദ്ധിമുട്ടി അവർ അറ്റാക്ക് നടത്തിയിട്ടും അത് പറയുന്നില്ല. കാരണം അണുവായുധം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അവസാനമാണ്. അപ്പോൾ അത്തരം തലത്തിൽ തലതിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരു സർക്കാരും ഒരു ആർമിയുമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ ഒരു ഘട്ടം. ഇത് പാകിസ്ഥാൻ ജനതയ്ക്ക് തന്നെ ഭീഷണിയാവും. പാകിസ്ഥാൻ ജനത ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ കഷ്ടകാലത്തിൻ്റെ മുഴുവൻ കാരണം ഈ പട്ടാളവും ഈ സർക്കാരുമാണെന്നുള്ളത് പാകിസ്ഥാൻ ജനതയ്ക്ക് നല്ലപോലെ അറിയാം. ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. ആ ആഭ്യന്തര കലഹം കൊണ്ട് പാകിസ്ഥാനിലൊരു പൊട്ടിത്തെറി ഉണ്ടാവും. പാകിസ്ഥാൻ അത് മാറ്റാനാണ് അവർ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിന് വന്നത്. പക്ഷേ അത് വീണ്ടും വഷളാകും. കാരണം ആ ബോർഡറിലേക്ക് അവരുടെ സൈന്യത്തെ മുഴുവൻ പിൻവലിക്കുകയും ഇന്ത്യയെ എതിർക്കാനായിട്ട് അവരുടെ ശക്തി മുഴുവൻ നിൽക്കുകയും ചെയ്യുമ്പോൾ ആന്തരികമായിട്ട് വലിയ ഭിന്നിപ്പുകളും പിളർപ്പുകളും ഉണ്ടാകാൻ പോവുകയാണ്. ഇവിടെ പാകിസ്ഥാൻ ഒരു തിരിച്ചറിവ് കിട്ടിയെന്നുള്ളതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അടി കിട്ടിയതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെ ചോരപ്പുഴയൊക്കെ ഒഴുക്കുമെന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സംഘർഷത്തിൽ നിന്ന് പിന്മാറിയ വേണമെങ്കിൽ നമ്മൾ മാറി നിൽക്കാം എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ അവർക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്ത്യ ഇപ്പം കീഴടങ്ങി എന്ന് പറയാൻ മടിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ റഫാലിന്റെ അറ്റാക്ക് കണ്ട മിനിറ്റിൽ ഇത് കണ്ടപ്പോൾ തന്നെ അവർ പേടിച്ച് കാണും. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഇപ്പോൾ പിൻവാങ്ങൽ, ഇപ്പോൾ ലോകരാജ്യങ്ങളെ ഇടപെടുത്തി സമാധാനപരമായിട്ടൊരു പോക്കിനായിരിക്കും പാകിസ്ഥാൻ നോക്കുന്നത്. പക്ഷേ ഇന്ത്യ അതിനകത്ത് അനുകൂലമായിട്ട് നിൽക്കുമെന്ന് തോന്നില്ല. ഇപ്പം ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഇനി ഭീകരവാദ ക്യാമ്പുകളെല്ലാം തന്നെ നശിപ്പിച്ചിട്ട് ഇന്ത്യ തിരിച്ച് നിൽക്കുമെന്ന് തോന്നുന്നുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ടാക്കേണ്ടത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരുന്നാൽ തീർച്ചയായും ഇന്ത്യക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. ഇന്ത്യയുടെ പഴയ ലൈനിൽ നിന്ന് നമ്മൾ വളരെ മാറിയിട്ടുണ്ട്. ഇന്ത്യയെ എതിർത്തുകൊണ്ടിരുന്നാൽ ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ളത് പൂർണ്ണ നിശ്ചയമാണ്. അത് പാകിസ്ഥാൻ അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് പാകിസ്ഥാൻ UN പോയി എന്തെങ്കിലും സന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനിടയ്ക്ക് ഈ വെല്ലുവിളികൾ നടത്തുന്നത് പാകിസ്ഥാൻ അറിയാം. കാരണം അന്തർദേശീയമായിട്ട് പാകിസ്ഥാൻ തകർന്നിരിക്കുകയാണ്. ഒരു രാഷ്ട്രങ്ങളും ഇപ്പോൾ ചൈന, പിന്നെ തുർക്കി, അസർബൈജാൻ, ഇങ്ങനെ കുറച്ച് രാഷ്ട്രങ്ങൾ മാത്രമേ പാകിസ്ഥാന് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് പോലും ചെയ്യുന്നുള്ളൂ. ബാക്കി രാഷ്ട്രങ്ങളെല്ലാം പാകിസ്ഥാൻ ചെയ്തത് ഒരു തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഇന്ന് ABC-യിലെ അവരുടെ പ്രതിരോധ മന്ത്രി ഖ്വാജ അസീം പോയി പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യയുടെ വിമാനം തകർത്തിട്ടു എന്നാണ്. അവിടെ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് വിമാനമാണ് തകർത്തിട്ടത്? അതിൻ്റെ തെളിവ് എന്തുണ്ട്? അപ്പോൾ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പടമുണ്ടെന്ന്. ഈ വിധത്തിൽ അവർ പുച്ഛത്തോടെയാണ് അവരെല്ലാം അദ്ദേഹത്തിനെ കാണുന്നത്. കാരണം 2021 കണ്ട് തകർന്ന ഒരു വിമാനത്തിൻ്റെ പടം കാണിച്ചുകൊണ്ട് ഇപ്പോൾ അവർ തകർത്തിട്ടതാണെന്ന് പറയുകയാണ്. ആ അവസ്ഥയിലാണ് അവരുടെ പോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ആംസ് കൺട്രോൾ ഓർഗനൈസേഷൻ നടത്തിയ സ്റ്റഡിയിൽ ഇന്ത്യയുമായി തുലനം ചെയ്യാവുന്ന വിധത്തിലുള്ള യാതൊരു യുദ്ധവും സജ്ജീകരണങ്ങളും അവരുടെ ഇല്ല. പിന്നെ അവർ ഈ അണുബോംബ് എന്നുള്ള സാധനം വെച്ചിട്ടാണ് അവർ ഈ ഭീഷണി നടത്തുന്നത്.
അതവർക്ക് അങ്ങനെ പ്രയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ സംശയമുള്ള കാര്യമാണ്. അത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അതിന് പ്രതിഷേധവും ചെറുപ്പും ഒക്കെ ആയിട്ട് വരും. ഇന്ത്യ തന്നെ മിസൈൽ വേധ ഉപകരണങ്ങൾ ബോർഡറിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു കടുത്ത നീക്കത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങിയാൽ അത് പാകിസ്ഥാൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറും. അതെ, എന്തായാലും ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത് ഇന്ത്യ ഇനി അടുത്തൊരു അറ്റാക്കിന് പോകും, അതിനെ പ്രേരിപ്പിക്കാൻ പാകിസ്ഥാൻ എത്തുമോ, ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകുമോ എന്നാണ്.